രാത്രി ഞങ്ങൾ എങ്ങനെയൊക്കെയോ തപ്പി പിടിച്ചൊരു റൂം അങ്ങോട്ട് കണ്ടെത്തി ഗൈസ്. എന്നിട്ട് ഞങ്ങൾ കിടന്നുറങ്ങി. രാവിലെ നീച്ചു. ഞാനാണ് ആദ്യം നീച്ചത്. അല്ലുമോനൊന്നും നീച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പെട്ടെന്ന് ഞാനും സീനും മാറ്റി റെഡിയായി. ഞങ്ങളെ പാട്ടും ഡാൻസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ആ മാറ്റലൊക്കെ കഴിഞ്ഞ് വേഗം ചായ അടിച്ചാൻ വേണ്ടി പോയപ്പോൾ ആദ്യം കയറിയ 2 കടകളും ഒട്ടും വൃത്തി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ വേഗം അവിടെ നിന്ന് ഇറങ്ങി ഈ കട കണ്ടുപിടിച്ച്. ഈ കടയാണെങ്കിൽ ഒടുക്കത്തെ വൃത്തിയും ഫുഡാണെങ്കിൽ ഒടുക്കത്തെ ടേസ്റ്റും നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. വെജിറ്റേറിയനാണ്. എനിക്ക് മൈസൂർ വരുമ്പോഴും ഊട്ടിയിൽ നിന്നൊക്കെ ഞാൻ അധികം വെജിറ്റേറിയനാണ് പരമാവധി കഴിക്കാൻ നോക്കല്, പ്രത്യേകിച്ച് മൈസൂരിൽ നിന്ന്. എനിക്കങ്ങനെ നോൺ വെജ് ഇഷ്ടമല്ല മൈസൂരിൽ നിന്ന് കഴിക്കാൻ. എനിക്കൊരു വൃത്തി തോന്നാത്തൊരു സ്ഥലം ഉണ്ടെങ്കിൽ അത് മൈസൂർ മാത്രമാണ്. ഞാൻ ഇതുവരെ പോയില്ല, ബാക്കിയൊന്നും എനിക്കറിയില്ല. അങ്ങനെ മൃഗശാല കാണാൻ പോയപ്പോൾ ഇയാൾ ഞങ്ങൾ ഇങ്ങനെ വെൽക്കം ചെയ്തു. ഞങ്ങൾക്കത് ഒരുപാട് ഇഷ്ടമായി. അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കാണാൻ. ഞാൻ കുറേ മുമ്പ് കല്യാണം കഴിഞ്ഞ് നട്ടിങ് കണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എൻ്റെ അമ്മ ആദ്യമായിട്ട് വരിക, അതുകൊണ്ട് തന്നെ എൻ്റെ അമ്മക്ക് ഭയങ്കര അത്ഭുതം ഇതൊക്കെ കാണുമ്പോൾ. അത് കണ്ടപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അങ്ങനെ പിന്നെ ഞങ്ങൾ ചുറ്റിക്കറങ്ങി കണ്ട് ഈ ചീറ്റനെ കണ്ടു, പിന്നെ സിംഹത്തിനെ കണ്ടു. മക്കളെ, സിംഹം കണ്ട് ഞങ്ങളോട് വർത്താനം പറഞ്ഞ് സൗണ്ട് ഉണ്ടാക്കി തന്നെ. അതിൻ്റെ വർത്താനം സഹിക്കാൻ വയ്യാക്കി ഞങ്ങളോട് വേഗം പോയി. പിന്നെ അതാ പുറത്തിറങ്ങിയപ്പോൾ ഒരു മയിലിങ്ങനെ വെറുതെ തേരാപ്പാരം നടക്കണേ. പിന്നെ ഇയാളെടുത്ത് കുറച്ച് നേരം നോക്കിയിരുന്നു. ഇയാളെനിക്ക് ഇഷ്ടമായിട്ടാണ്. പക്ഷേ അതിലാറ് എനിക്ക് ഇഷ്ടമായത് അബനയാണ്. എന്താ എൻ്റെ കളി ചെറിയാണ്. എൻ്റെ അസാനു കാട്ടൽ അതേപോലെ ഇട്ട് അതിൻ്റെ കാട്ടിക്കൂട്ടൽ. ഞങ്ങളൊരു 3/4 മണിക്കൂർ അതിനെ തന്നെ നോക്കിയിരുന്നു. ഞങ്ങൾ നോക്കി നിൽക്കുമ്പോൾ മൂപ്പർക്ക് അധികം കേടാ. പിന്നെ അതിൻ്റെ ഇടയിൽ ആനനെ കണ്ടു. ആനൻ്റെ അടുത്ത് നിന്ന് ഞങ്ങൾ അങ്ങനെ നോക്കി നിട്ടില്ല. പിന്നെ അസാനുവിന് ഇവിടെ ഒരു കൊടുക്കൽ വാങ്ങൽ സമ്പ്രദായമാണ്. 5 ഇഞ്ച് കുന്മോന് 5 ഇഞ്ച് ഇപ്പം ഓനിക്ക് ഇന്നെ പറ്റൂല, അതുകൊണ്ട് ഞാൻ കഴിച്ചിലായി. പിന്നെ പുറത്തിറങ്ങിയപ്പോൾ ഒടുക്കത്തെ ചൂട്. കാറിലിരുന്ന് കുറച്ച് കടലൊക്കെ കഴിച്ച് അതിൻ്റെ ഇടയിൽ ഒരു പള്ളിക്കൊക്കെ ഒന്ന് പോയിട്ടാ. ജുമക്ക് വെള്ളിയാഴ്ചയാണല്ലോ. അപ്പോൾ ഞങ്ങളൊരു കടൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴാണ് എനിക്കൊരു ഐഡിയ തോന്നിയത്. അസാനുവിന് ഞാൻ കയ്യിലൊന്നും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കൂട്ടം ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കയറി. അതിനാണെങ്കിൽ ഞങ്ങൾ പറയണത് തിരണ്ടേ, അത് പറയണത് ഞങ്ങൾക്കും തിരിയില്ല. എങ്ങനെയൊക്കെ തട്ടിമുട്ടി ഒപ്പിച്ചു. പിന്നെ ഞങ്ങൾ ഈ ഒരു ഹോട്ടലിൽ കയറിയിട്ടാണ്. സീന് സീറ്റ് പിടിച്ചാൻ വേണ്ടിയിട്ട് മണ്ടി പോവാണ്. അങ്ങനെ ഓളെ മണ്ടയിൽ ഇപ്പം നിങ്ങൾ കണ്ടില്ല. പിന്നെ ഞങ്ങൾ ചോറൊക്കെ തിന്നു. ഒടുക്കത്തെ ചൂടാണ് അവിടെ. പക്ഷെ ഞങ്ങൾ എപ്പോൾ ഊട്ടിക്കും മൈസൂർക്കൊക്കെ വരുമ്പോൾ ഈ ഹോട്ടലിലാണ് കയറുക. അത്യാവശ്യം നല്ല ഫുഡാണ് കഴിക്കാറട്ടാ. പിന്നെ അതാണ് നല്ല ഉറക്കായി. അങ്ങനെ ഞങ്ങൾ കാട് കയറിക്കാണ്ട് ഗൂഡല്ലൂർ വഴി പെരീക്ക് വരികയാണ് കേട്ടോ. ഒരു പ്രത്യേക രസമാണല്ലോ. അങ്ങനെ ഞങ്ങൾ പോരുമ്പോൾ വൈക്ക് ആനനെ കണ്ടു. ആന ഒന്നല്ല 2-3 ആന ഉണ്ടായിരുന്നു. അങ്ങനെ ആനനെയും കണ്ടു. കുറേ മാനിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ മാനിനൊക്കെ കണ്ട് തിരിച്ചു പോന്നു. അത്രേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.